പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഇന്ന് കേരള ചരിത്ര ഭാഗത്ത് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം കേരള ചരിത്രം എന്ന് പറയുന്നത് ആധുനിക ഇന്ത്യ ചരിത്രം ആരംഭിക്കുന്നത് വിദേശ ശക്തികളുടെ ആഗമനത്തോടെയാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നടന്ന ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങളുടെ ഫലമായി യൂറോപ്യന്മാർ ഏഷ്യയിലും ആഫ്രിക്കയിലും തങ്ങളുടെ കോളനികൾ സ്ഥാപിച്ച് ആ പ്രദേശങ്ങളെ രാഷ്ട്രീയമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യാൻ തുടങ്ങി 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ. ഓക്കെ, യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുമ്പോൾ ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ് അല്ലെ. പോർച്ചുഗീസുകാർ കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ വിദേശികൾ ആരാണ്? അറബികളാണ്. കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ വിദേശികളാണ് ആര്? അറബികൾ. എന്നാൽ കടൽ മാർഗം എത്തിച്ചേർന്ന ആദ്യ വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാരാണ്. അല്ലെങ്കിൽ ആദ്യത്തെ യൂറോപ്യന്മാർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പോർച്ചുഗീസുകാരാണ്. എന്നാൽ ആദ്യ വിദേശികൾ ആരാണ് എന്ന് ചോദിച്ചാൽ അറബികളാണ്. ഓക്കെ അല്ലേ? ഇന്ത്യയിൽ നിന്ന് അവസാനം മടങ്ങി പോവുകയും ചെയ്ത യൂറോപ്യൻ ശക്തികളാണ് ആര്? പോർച്ചുഗീസുകാർ. ആദ്യം വന്നതും അവസാനം പോയതും ആര് തന്നെയാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. ഓക്കെ, പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് ഇന്ത്യയിൽ യൂറോപ്യന്മാരുടെ അധിനിവേശം ആരംഭിച്ചത്. യൂറോപ്യൻ അധിനിവേശം ആരംഭിക്കുന്നത് ആരുടെ വരവോടുകൂടിയാണ്? പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ് എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? പോർച്ചുഗീസുകാരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു പേരാണ് വാസ്കോ ഡ ഗാമ. ആരാണ്? വാസ്കോ ഡ ഗാമ. പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ 1497 പോർച്ചുഗലിൽ നിന്നും യാത്ര പുറപ്പെട്ട് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെ പ്രതീക്ഷയുടെ മുനമ്പ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി 1498 മെയ് 20 കോഴിക്കോട് കാപ്പാടെത്തി. കോഴിക്കോട് ജില്ലയിലെ കപ്പാടെത്തി അല്ലെ. 1498 കോഴിക്കോട് എത്തി. കോഴിക്കോട് നിന്ന് 8 മൈൽ വടക്കുള്ള കാപ്പാട് എന്ന ഗ്രാമത്തിലാണ് വാസ്കോ ഡ ഗാമ കപ്പിലിറങ്ങിയത്. 1498 മെയ് 20 കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിലാണ് കാപ്പാട് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിലാണ് നിലവില് ഇപ്പോഴ് കാപ്പാട് സ്ഥിതി ചെയ്യുന്നത്. കാപ്പാടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് വന്ന് കാല് കുത്തിയ സ്ഥലമാണ് ഏത്? കാപ്പാട് അല്ലെ, കോഴിക്കോട് ജില്ലയിൽ അല്ലെ. വാസ്കോ ഡ ഗാമയെ കുറിച്ച് പറയുമ്പോൾ വാസ്കോ ഡ ഗാമ 1469 മുതൽ 1524 വരെയാണ് വാസ്കോ ഡ ഗാമയുടെ കാലഘട്ടം പറയുന്നത്. ഇന്ത്യൻ കടലുകളുടെ അഡ്മിറൽ എന്നറിയപ്പെടുന്നത് ആരാണ്? വാസ്കോ ഡ ഗാമയാണ്. ഇന്ത്യൻ കടലുകളുടെ അഡ്മിറൽ. അന്നത്തെ പോർച്ചുഗീസ് രാജാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മാനുവൽ ഒന്നാമൻ രാജാവാണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. 1497 വാസ്കോ ഡ ഗാമ യാത്ര തിരിക്കുന്നത്. മാനുവൽ ഒന്നാമനായിരുന്നു ആ സമയത്ത് പോർച്ചുഗീസിന്റെ രാജാവ്. യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള വ്യാപാര വാണിജ്യ ബന്ധത്തിനായി കടൽ മാർഗം കണ്ടുപിടിക്കപ്പെട്ടു എന്നതാണ് 1498 ഗാമയുടെ വരവിന്റെ ചരിത്ര പ്രാധാന്യം. യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള വ്യാപാര വാണിജ്യ ബന്ധത്തിനായിട്ട് ഏത് മാർഗം കണ്ടുപിടിച്ചു? കടൽ മാർഗം കണ്ടുപിടിക്കപ്പെട്ടു എന്നുള്ളതാണ് 1498 ഗാമയുടെ വരവിന്റെ ചരിത്രപരമായിട്ട് നമ്മൾ പറയുന്ന കാര്യം. ഓക്കെ, പോർച്ചുഗീസുകാർ കോഴിക്കോട് എത്തിയപ്പോൾ അറബിക്കടലിലെ വ്യാപാര കുത്തക ആർക്കായിരുന്നു? അറബി വ്യാപാരികൾക്കായിരുന്നു അല്ലെ. ഈജിപ്തുകാര്, തുർക്കികൾ എന്നിവർക്കും അറബിക്കടലിൽ ആധിപത്യം ഉണ്ടായിരുന്നു. അതായത് പോർച്ചുഗീസുകാർ വരുമ്പോൾ ആരായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആധിപത്യം ഉണ്ടായിരുന്നത്? അറബിക്കടലിലെ വ്യാപാര കുത്തക ആർക്കായിരുന്നു? അറബി വ്യാപാരികൾക്കായിരുന്നു. കൂടെ ഈജിപ്തുകാർക്കും തുർക്കികൾക്കും അറബിക്കടലിൽ ആധിപത്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അല്ലെ. ആ സമയത്ത് പോർച്ചുഗീസുകാര് അല്ലെങ്കിൽ വാസ്കോ ഡ ഗാമ കേരളത്തിലോട്ട് വരുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരായിരുന്നു? സാമൂതിരി രാജാവായിരുന്നു കോഴിക്കോട് ഭരിച്ചിരുന്നത്. ആരാണ്? സാമൂതിരി രാജാവായിരുന്നു കോഴിക്കോട് ഭരിച്ചിരുന്നത്. സാമൂതിരി പാരമ്പര്യാനുസൃതമായ ആതിഥ്യ മര്യാദയോടെ ആരെ സ്വീകരിച്ചു? വാസ്കോ ഡ ഗാമയെ സ്വീകരിച്ചു അല്ലെ. എന്നാൽ പോർച്ചുഗീസുകാർക്ക് പ്രത്യേക വ്യാപാര സൗകര്യങ്ങൾ വേണമെന്ന ഗാമയുടെ ആവശ്യം ആര് തള്ളി? സാമൂതിരി, കോഴിക്കോട് ഭരണാധികാരിയായ സാമൂതിരി അത് നിരാകരിച്ചു, അത് തള്ളി. അതിനുശേഷം കണ്ണൂർ ഭരിച്ചിരുന്ന കോലത്തിരി രാജാവുമായി വ്യാപാര വാണിജ്യ കരാറിൽ ഏർപ്പെട്ട ഗാമയും കൂട്ടരും തങ്ങളുടെ കപ്പലുകളിൽ ചരക്ക് നിറച്ച് 1499 പോർച്ചുഗലിലേക്ക് മടങ്ങി. അതായത് സാമൂതിരി കോഴിക്കോട് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നല്ലോ വാസ്കോ ഡ ഗാമ വന്നത്.
അപ്പോൾ വാസ്കോഡഗാമ എന്താണ് പ്രത്യേക വ്യാപാര സൗകര്യങ്ങളൊക്കെ വേണമെന്ന് സാമൂതിരിയോട് പറഞ്ഞപ്പോൾ സാമൂതിരി എന്ത് ചെയ്തു? അത് നിരാകരിച്ചു. അതിന്റെ ഫലമായിട്ട് എന്താണ് നമ്മുടെ വാസ്കോഡഗാമ നേരെ എങ്ങോട്ട് പോകുന്നു? കണ്ണൂരിലോട്ട് പോകുന്നു. ആ സമയത്ത് കണ്ണൂർ ഭരിച്ചിരുന്ന ആരാണ്? കോലത്തിരിയായിരുന്നു ഭരിച്ചിരുന്നത്, കോലത്തിരി രാജാവ്. അപ്പൊ കോലത്തിരി രാജാവ് വ്യാപാര വാണിജ്യ കരാറിൽ എന്ത് ചെയ്തു? വാസ്കോഡഗാമയുമായിട്ട് സന്ധി ചെയ്യപ്പെട്ട് എന്ത് ചെയ്തു? 1499 ചരക്ക് നിറച്ചുകൊണ്ട് വാസ്കോഡഗാമയും കൂട്ടരും പോർച്ചുഗലിലോട്ട് മടങ്ങിപ്പോയി. ഓക്കെ അല്ലേ? പോർച്ചുഗലിലെ മാനുവൽ രാജാവ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ അല്ലെങ്കിൽ അഡ്മിറൽ ഓഫ് ദ സീ ഓഫ് ഇന്ത്യ എന്ന ബഹുമതി നൽകി ആദരിച്ചത് ആരെയാണ്? വാസ്കോഡഗാമയാണ്. എന്താണ്? പോർച്ചുഗലിലെ മാനുവൽ രാജാവ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ എന്ന ബഹുമതി നൽകിയാണ് വാസ്കോഡഗാമയെ ആദരിച്ചത്. അദ്ദേഹത്തിന്റെ പേരിന് മുൻപായി ഡോം എന്ന പദവി ഉപയോഗിക്കാനും മാനുവൽ രാജാവ് അനുവദിച്ചു. ഡോം. സെന്റ് ഗബ്രിയേല്, സെന്റ് റാഫേല്, സെന്റ് ബെറിയോ എന്നീ കപ്പലുകളിലായാണ് ആദ്യമായി ഗാമയും കൂട്ടരും എത്തിച്ചേർന്നത്. ഏതൊക്കെയായിരുന്നു കപ്പല്? സെന്റ് ഗബ്രിയേല്, സെന്റ് റാഫേല്, സെന്റ് ബെറിയോ എന്നീ കപ്പലുകളിലായാണ് വാസ്കോഡഗാമയും കൂട്ടരും ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്. വാസ്കോഡഗാമ സഞ്ചരിച്ചത് ഏത് കപ്പലിലായിരുന്നു? സെന്റ് ഗബ്രിയേൽ എന്ന് പറയുന്ന കപ്പലിലായിരുന്നു. കേരളത്തിലേക്ക് വാസ്കോഡഗാമയോടൊപ്പം എത്തിയ മറ്റൊരു പോർച്ചുഗീസ് സഞ്ചാരിയാണ് ആരാണ്? അൽവാരോസ് വെൻഹോവ് ആണ് വാസ്കോഡഗാമയോട് ഒപ്പം എത്തിയ മറ്റൊരു പോർച്ചുഗീസ് സഞ്ചാരി. ഓക്കെ അല്ലേ? രണ്ടാമത് പറയുന്ന കാര്യം പെഡ്രോ അൽവാരിസ് കബ്രാൾ. വാസ്കോഡഗാമയുടെ പിൻഗാമിയായിട്ട് പെഡ്രോ അൽവാരിസ് കബ്രാൾ 1500 ഇന്ത്യയിൽ എത്തുന്നത്. അതായത് 1499 വാസ്കോഡഗാമയും കൂട്ടരും ചരക്ക് നിറച്ച കപ്പലുമായിട്ട് തിരിച്ചു പോയ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ആര് വന്നു? അൽവാരിസ്റ്റ് കബ്രാൾ വന്നു. അൽവാരിസ്റ്റ് കബ്രാൾ വാസ്കോഡഗാമയുടെ പിൻഗാമിയായിട്ടാണ് വരുന്നത്. 1500 ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെ അറബി വ്യാപാരികളുടെ സുഗന്ധദ്രവ്യ വ്യാപാരം തകർക്കുകയും വ്യാപാര കുത്തക പോർച്ചുഗീസുകാർക്ക് ലഭ്യമാക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അദ്ദേഹം അറബി വ്യാപാരികളുമായി നിരന്തരം ഏറ്റുമുട്ടി. കോഴിക്കോട് സാമൂതിരിയുമായി ഇടഞ്ഞ കബ്രാൾ കൊച്ചി രാജാവുമായും കോലത്തിരി രാജാവുമായി ബന്ധം സ്ഥാപിച്ചു. അതായത് കോഴിക്കോട് രാജാവിന്റെ അടുത്ത് സന്ധി ചെയ്യാൻ വേണ്ടി വന്നപ്പോ അത് നടക്കാത്തത് കൊണ്ട് പെഡ്രോ അൽവാരിസ് കബ്രാൾ എന്ത് ചെയ്തു? സാമൂതിരിയുമായിട്ട് ഇടഞ്ഞിട്ട് നേരെ എങ്ങോട്ട് പോയി? കൊച്ചിയിലോട്ട് പോയി. കൊച്ചി രാജാവുമായിട്ടും പിന്നെ കണ്ണൂരെ കോലത്തിരി രാജാവുമായിട്ടും ബന്ധങ്ങൾ ആര് സ്ഥാപിച്ചു? കബ്രാൾ സ്ഥാപിച്ചു. കബ്രാളിന്റെ പ്രതിനിധിയായി കോഴിക്കോട് സാമൂതിരിയുടെ സദസ്സിലെത്തിയത് ആരാണ്? ഐറസ് കൊറിയയാണ് കബ്രാളിന്റെ പ്രതിനിധിയായി കോഴിക്കോട് സാമൂതിരിയുടെ സദസ്സിൽ എത്തിയത്. ഓക്കെ അല്ലേ? പോർച്ചുഗീസുകാർ കൊച്ചി തുറമുഖം കണ്ടെത്തിയതിലൂടെ ദക്ഷിണേന്ത്യയിൽ മേധാവിത്വം സ്ഥാപിക്കുന്നതിന് അവർക്ക് കഴിഞ്ഞു. അതിനുശേഷം 1501 ഒരു വർഷം കഴിഞ്ഞപ്പോൾ കബ്രാള് എങ്ങോട്ട് തിരിച്ചുപോയി? പോർച്ചുഗലിലോട്ട് തിരിച്ചുപോയി. 1498 ആര് വന്നു? വാസ്കോഡഗാമ വന്നു. 1499 പോയി. 1500 ആര് വന്നു? അൽവാരിസ്റ്റ് കബ്രാൾ വന്നു. 1501 പോർച്ചുഗലിലോട്ട് തിരിച്ചുപോയി. ഓക്കെ. പെഡ്രോ അൽവാരിസ്റ്റ് കബ്രാളിന്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ എന്ന് പറയുന്നത്. എന്നാണ് വന്നത്? 1500 വന്നത്. AD 1500 ബ്രസീൽ കണ്ടുപിടിച്ചത് ആരാണ്? കബ്രാളാണ്. AD 1500 ബ്രസീൽ എന്ന് പറയുന്ന രാജ്യം കണ്ടുപിടിച്ചത് ആരാണ്? പെഡ്രോ അൽവാരിസ് കബ്രാളാണ്. ക്ലിയർ അല്ലേ? അപ്പം 1501 1501 കഴിഞ്ഞപ്പോഴത്തേനും വാസ്കോഡഗാമ വീണ്ടും വരുന്നു. വാസ്കോഡഗാമയുടെ രണ്ടാം വരവ് 1502 1501 ആര് പോയി? കബ്രാൾ പോയായിരുന്നു. 1502 ആര് വരുന്നു? ഗാമ വീണ്ടും വരുന്നു. കോഴിക്കോട് നഗരത്തിൽ കൊള്ള, പീരങ്കി ആക്രമണങ്ങൾ എന്നിവ നടത്തി അദ്ദേഹം നിരന്തരം അറബി വ്യാപാരികളുമായി ഏറ്റുമുട്ടി. 1503 അദ്ദേഹം പോർച്ചുഗലിലോട്ട് തിരിച്ചുപോയി. അതായത് വീണ്ടും ഒരു വർഷം. 1502 വരുന്നു. 1503 എന്ത് ചെയ്യുന്നു? തിരിച്ച് പോകുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പിന്നെ പറയുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടെ കാര്യം പറയുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയായി 1505 ഡോം ഫ്രാൻസിസ് ഡി അൽമേഡ നിയമിക്കപ്പെട്ടു. അപ്പൊ 1502 ആര് തിരിച്ചു പോയാൽ? 1503 ആര് തിരിച്ചുപോയി? വാസ്കോഡഗാമ തിരിച്ചുപോയി. 1504 കാര്യം പറയുന്നില്ല. 1505 ആയപ്പോഴത്തേന്
പോർച്ചുഗീസിന്റെ വൈസ്രോയി ആയിട്ട്, പോർച്ചുഗീസുകാരുടെ വൈസ്രോയി ആയിട്ട്, ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസിന്റെ വൈസ്രോയി ആയിട്ട് ആര് വരുന്നു? അൽമേഡ വരുന്നു. ആര് വരുന്നു? ഫ്രാൻസിസ്കോ ഡി അൽമേഡ വരുന്നു. അദ്ദേഹത്തിന് മുഴുവൻ പേര് ഡോം ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്നുള്ളതാണ്. ഡോം ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്നാണ് അല്ലെ. അദ്ദേഹം 1505 കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചു. എന്ത് ചെയ്തു? 1505 കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഇന്ത്യയിൽ ബ്ലൂ വാട്ടർ പോളിസി, പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇന്ത്യയിൽ ബ്ലൂ വാട്ടർ പോളിസി, നീല ജലനയം നടപ്പിലാക്കിയ ഭരണാധികാരി ആരായിരുന്നു? അൽമേഡയായിരുന്നു. എന്താണ്? ഇന്ത്യയിൽ ബ്ലൂ വാട്ടർ പോളിസി, നീല ജലനയം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ആര്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അതിനുശേഷം 4 വർഷങ്ങൾക്ക് ശേഷം ഫ്രാൻസിസ്കോ ഡി അൽമേഡ എങ്ങോട്ട് തിരിച്ചു പോകുന്നു? ഇന്ത്യ വിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇതിന്റെ കൂടെ തന്നെ ഫെർഡിനാൻഡ് മെഗല്ലന്റെ കാര്യം പറയുന്നുണ്ട്. ഫെർഡിനാൻഡ് മെഗല്ലൻ പോർച്ചുഗീസുകാരനാണ്. 1519 1521 കാലയളവിൽ ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യ നാവികനാണ് ആര്? ഫെർഡിനാൻഡ് മെഗല്ലൻ. പസഫിക് സമുദ്രത്തിന് പസഫിക് സമുദ്രം എന്ന പേര് നൽകിയതും ആരാണ്? ഫെർഡിനാൻഡ് മെഗല്ലനാണ്. ക്ലിയർ അല്ലേ? വീണ്ടും പോകുന്നു. പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ട പഠിക്കേണ്ട അടുത്ത പോയിന്റ് ആരാണ്? അൽബുക്കർക്ക്. ആരാണ്? അൽബുക്കർക്ക്. നോക്കിക്കേ, 1509 അൽമേഡ ഇന്ത്യ വിട്ടു പോകുന്നു. അതിനുശേഷം 1509 മുതൽ 1515 വരെ അൽഫോൺസോ ഡി അൽബുക്കർക്ക് ആയിരുന്നു ഇന്ത്യയിലെ പോർച്ചുഗീസിന്റെ വൈസ്രോയി. ആദ്യത്തെ പോർച്ചുഗീസിന്റെ വൈസ്രോയി എന്ന് പറയുന്നത് ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അതിനുശേഷം രണ്ടാമതായിട്ട് 1509 മുതൽ 1515 വരെ ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? അൽബുക്കർക്ക് ആയിരുന്നു. ആരാണ്? അൽബുക്കർക്ക്. ഇന്ത്യ ഭരിച്ച പോർച്ചുഗീസ് വൈസ്രോയിമാരിൽ ഏറ്റവും ശക്തനായത് ആരായിരുന്നു? അൽബുക്കർക്ക് ആയിരുന്നു. ആരാണ്? ഇന്ത്യ ഭരിച്ച പോർച്ചുഗീസ് വൈസ്രോയിമാരിൽ ഏറ്റവും ശക്തനായ വൈസ്രോയി ആരായിരുന്നു? അൽബുക്കർക്ക് ആയിരുന്നു. കാലഘട്ടം 1509 മുതൽ 1515 വരെയുള്ള 6 വർഷ കാലഘട്ടം. 1510 ബീജാപ്പൂർ സുൽത്താനായിരുന്ന ഇസ്മായിൽ ആദിൽ ഷായിൽ നിന്നും ഗോവ പിടിച്ചെടുത്ത് പോർച്ചുഗീസ് ഇന്ത്യയുടെ ആസ്ഥാനം ഗോവയാക്കിയത് ആരായിരുന്നു? അൽബുക്കർക്ക് ആയിരുന്നു. അപ്പൊ ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തത് ആരാണ്? അൽബുക്കർക്ക് ആയിരുന്നു. അപ്പം അങ്ങനെ ഗോവ പിടിച്ചെടുത്ത് എന്ത് ചെയ്തു? അത് പോർച്ചുഗീസ് ഇന്ത്യയുടെ ആസ്ഥാനം ഏതാക്കി മാറ്റി? ഗോവയാക്കി മാറ്റിയത് ആരാണ്? അൽബുക്കർക്കാണ്. എന്നായിരുന്നു? 1510 ബീജാപ്പൂർ സുൽത്താൻ ആയിരുന്ന ഇസ്മായിൽ ആദിൽ ഷായിൽ നിന്നും ഗോവ പിടിച്ചെടുത്ത് ഗോവ പോർച്ചുഗീസ് ഇന്ത്യയുടെ ആസ്ഥാനമാക്കി മാറ്റി. ഓക്കെ അല്ലെ? ഇദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ നയമാണ് സങ്കരവാസ സങ്കേതങ്ങൾ അല്ലെങ്കിൽ മിക്സ്ഡ് കോളനി സിസ്റ്റം അല്ലെ? എന്താണ് മിക്സ്ഡ് കോളനി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? പോർച്ചുഗീസ് ഇന്ത്യ ഒരു മിക്സ് ആണ് അല്ലെ? സങ്കരവാസ സങ്കേതങ്ങൾ എന്ന് പറയുന്നത് അല്ലെ? ഇന്ത്യൻ സ്ത്രീകളെ വിവാഹം ചെയ്യാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചത് ആരായിരുന്നു? അൽബുക്കർക്കായിരുന്നു. ആരെയാണ്? ഇന്ത്യൻ സ്ത്രീകളെ വിവാഹം ചെയ്യാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചത് അൽബുക്കർക്കായിരുന്നു. അതുവഴി ഇന്ത്യയിൽ മിശ്ര വിവാഹ സമ്പ്രദായം ആരംഭിക്കാൻ ആർക്ക് കഴിഞ്ഞു? പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞു. അതായത് മിക്സ്ഡ് കോളനി സിസ്റ്റം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ആര് തുടക്കം കുറിച്ചു? അൽബുക്കർക്ക് തുടക്കം കുറിച്ചു. അത് ഈ മിക്സ്ഡ് കോളനി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ സ്ത്രീകളെ കൊണ്ട് പോർച്ചുഗീസുകാരിൽ നിന്നുള്ള ആൾക്കാരെ എന്ത് ചെയ്യിപ്പിക്കുന്നു? വിവാഹം കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക അല്ലെ? അപ്പൊ പിന്നെ പറയുന്ന കാര്യം നോക്കിക്കേ, യൂറോപ്യൻ സൈന്യത്തിൽ ആദ്യമായി ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിയത് ആരാണ്? അൽബുക്കർക്കാണ്. യൂറോപ്യന്മാരായ സൈന്യം ഉണ്ടായിരുന്നു. ആ സൈന്യത്തില് ഇന്ത്യക്കാരെ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയത് ആരാണ്? അൽബുക്കർക്കാണ്. ഓക്കെ. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയും ആര് തന്നെയാണ്? അൽബുക്കർക്കാണ്. അപ്പോൾ കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയും അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ വെച്ച് അന്തരിച്ച ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയും ആര് തന്നെയാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ആരാണ്? അൽബുക്കർക്കാണ്. ആരാണ്? അൽബുക്കർക്ക്. ഓക്കെ അല്ലെ? ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? പോർച്ചുഗീസ് ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന അൽബുക്കർക്കാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ വൈസ്രോയി. ഒന്നാമത്തെ വൈസ്രോയി എന്നറിയപ്പെടുന്ന ആരാണ്? അൽമേഡയാണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. രണ്ടാമത്തെ ആരാണ്? അൽബുക്കർക്കാണ്. ആരാണ്? അൽബുക്കർക്കാണ്. അൽബുക്കർക്കിനെ വിളിക്കുന്ന പേരെന്താണ്? പോർച്ചുഗീസ് ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥാപകൻ എന്നാണ് വിളിക്കുന്നത്. പോർച്ചുഗീസ് ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥാപകൻ ആരാണ്?
അൽബുക്കർക്ക്. ഗോവയിൽ സതി നിരോധിച്ചത് ആരായിരുന്നു? അൽബുക്കർക്കായിരുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു എന്താണ്, ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും 1510 ഗോവ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഗോവ പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഗോവയിൽ സതി നിരോധിച്ചതും ആര് തന്നെയായിരുന്നു? അൽബുക്കർക്കായിരുന്നു. 1515 അദ്ദേഹം ഗോവയിൽ വെച്ച് അന്തരിക്കുമ്പോഴേക്കും പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ നാവിക ശക്തിയാവുകയും ഇന്ത്യയുടെ പശ്ചിമ തീരം അവരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തിരുന്നു. ഓക്കെ അല്ലേ. ഇനിയും പറയുന്ന കാര്യം എന്താ? വാസ്കോഡ ഗാമ മൂന്നാമത് വരുന്നു വാസ്കോഡ ഗാമ. പോർച്ചുഗീസ് വൈസ്രോയി ആയി വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തിയത് 1524 വാസ്കോഡ ഗാമ ഇന്ത്യയിൽ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത് 1524. അതേ വർഷം തന്നെ ഡിസംബർ 24 അദ്ദേഹം അന്തരിക്കുകയും മൃതദേഹം കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ അടക്കം ചെയ്യുകയും ചെയ്തു. എവിടെയാണ് അടക്കിയത്? സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ അടക്കം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഒരു 15 വർഷം കഴിഞ്ഞപ്പോൾ 1539 ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും എങ്ങോട്ട് കൊണ്ടുപോയി? പോർച്ചുഗലിലേക്ക് കൊണ്ടുപോവുകയും അവിടുത്തെ ജെറോമിനസ് കത്തീഡ്രലിൽ എന്ത് ചെയ്യുകയും ചെയ്തു? സംസ്കരിക്കുകയും ചെയ്തു. അതായത് മൂന്നാമതായിട്ട് വൈസ്രോയി ആയിട്ട് വന്നത് 1524. 1524 ഡിസംബർ 24 അദ്ദേഹം എവിടെ വെച്ച് അന്തരിക്കുന്നു? കേരളത്തിൽ വെച്ച് അന്തരിക്കുന്നു. അദ്ദേഹത്തിന് ഭൗതിക ശരീരം കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ അടക്കം ചെയ്യുന്നു. അതിനുശേഷം ഒരു 15 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1539 ആയപ്പോൾ വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും എങ്ങോട്ട് കൊണ്ടുപോകുന്നു? പോർച്ചുഗലിലോട്ട് കൊണ്ടുപോയിട്ട് അവിടുത്തെ ജെറോമിനസ് കത്തീഡ്രൽ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ എന്ത് ചെയ്യുകയും ചെയ്തു? സംസ്കരിക്കുകയും ചെയ്തു. ഓക്കെ. വാസ്കോഡ ഗാമ നഗരം എവിടെയാണ്? ഗോവയിലാണ്. പോർച്ചുഗൽ ആസ്ഥാനം ഗോവയിലാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് വാസ്കോഡ ഗാമ എന്ന് പറയുന്ന നഗരം എവിടെയായിരിക്കും? ഗോവയിലായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ. ഗാമയുടെ കപ്പൽ എന്ന കവിത രചിച്ചത് ആരാണ്? ഗാമയുടെ കപ്പൽ എന്ന് പറയുന്ന കവിത രചിച്ചത് ആരാണ്? പി കുഞ്ഞിരാമൻ നായരാണ് ഗാമയുടെ കപ്പൽ എന്ന കവിത രചിച്ചത്. ദ കരിയർ ആൻഡ് ലെജൻഡ് ഓഫ് വാസ്കോഡ ഗാമ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സഞ്ജയ് സുബ്രഹ്മണ്യമാണ്. ദ കരിയർ ആൻഡ് ദ ലെജൻഡ് ഓഫ് വാസ്കോഡ ഗാമ എന്ന പുസ്തകം രചിച്ചത് സഞ്ജയ് സുബ്രഹ്മണ്യമാണ്. ക്ലിയർ അല്ലേ? അപ്പൊ വാസ്കോഡ ഗാമ 3 തവണ കേരളത്തിൽ വരുന്നു. ഒന്നാമത് വന്നത് 1498 രണ്ടാമത് വരുന്നത് 1502 വന്നു. ഏറ്റവും അവസാനമായിട്ട് വരുന്നത് 1524 വരുന്നത്. ആ 1524 ഡിസംബർ 24 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മരിക്കുന്നത്. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കേണ്ട കാര്യം, കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ ആരാണ്? പിയറി ഡി കൂവിൻഹയാണ്. ആരാണ്? കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ പിയറി ഡി കൂവിൻഹോയാണ്. 1456 വന്നത്. പിന്നെ പറയുന്ന കാര്യം എന്താ? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പര്യവേക്ഷകൻ ആരാണ്? ബർത്തലോമിയോ ഡയസ് ആണ്. ആരാണ്? ബർത്തലോമിയോ ഡയസ് ആണ്. പോർച്ചുഗീസ് വംശജനായ ബർത്തലോമിയോ ഡയസ് ആണ് 1498. ഓക്കെ. ഇന്ത്യയിലേക്കുള്ള സമുദ്രമാർഗം കണ്ടെത്താൻ യൂറോപ്യന്മാർക്ക് പ്രേരണയായത് എന്താണ്? പ്രതീക്ഷ മുനമ്പാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന്റെ കണ്ടുപിടുത്തമാണ്. ഓക്കെ. ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യ നാവികൻ ആരാണെന്ന് ചോദിച്ചാൽ ആദ്യ നാവികൻ ആരാണ്? ഫെർഡിനാൻഡ് മെഗല്ലനാണ്. ആരാണ്? ഫെർഡിനാൻഡ് മെഗല്ലനാണ്. പോർച്ചുഗീസുകാരൻ 1519 മുതൽ 1521 വരെയുള്ള കാലഘട്ടത്തിലാണ് ലോകം ചുറ്റി സഞ്ചരിച്ചത്. ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചേ. പ്രധാന പോർച്ചുഗീസ് കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞു കോഴിക്കോട് വന്നിരുന്നു എന്ന് പറഞ്ഞു. കോഴിക്കോടാണ് വന്നിറങ്ങിയത്. അതിനുശേഷം കോഴിക്കോട് രാജാവുമായിട്ട് അല്ലെങ്കിൽ സാമൂതിരിയുമായിട്ട് തെറ്റി നേരെ എങ്ങോട്ട് പോകുന്നു? കണ്ണൂരിലോട്ട് പോകുന്നു. അവിടെ കോലത്തിരിമാരുണ്ട്, അതുകൊണ്ട് കണ്ണൂർ വരുന്നു, നേരെ കൊച്ചിയിലോട്ട് പോകുന്നു അല്ലെ. അപ്പം കോഴിക്കോടുണ്ട് ആസ്ഥാനം അല്ലെങ്കിൽ പോർച്ചുഗീസ് കേന്ദ്രം. കണ്ണൂർ പോർച്ചുഗീസ് കേന്ദ്രമാണ്. കൊച്ചി പോർച്ചുഗീസ് കേന്ദ്രമാണ്. പിന്നെ ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും 1510 ഏത് പിടിച്ചെടുത്തായിരുന്നു? ഗോവ പിടിച്ചെടുത്ത് അവിടെ ആസ്ഥാനം ഉണ്ടാക്കി. അതുകൊണ്ട് പോർച്ചുഗീസ് കേന്ദ്രം ഗോവ എന്ന് പറയുന്നത് പ്രധാന പോർച്ചുഗീസ് കേന്ദ്രമാണ്. പിന്നെ ദാമൻ, ദിയു, മുംബൈ എന്നിവയായിരുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പോർച്ചുഗീസ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഏതാണ്? കാർട്ടസ് വ്യവസ്ഥ. ഇന്ത്യൻ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നതിന് മറ്റുള്ളവരുടെ കപ്പലുകൾക്ക് പോർച്ചുഗീസുകാരുടെ അനുവാദം ആവശ്യമായിരുന്നു. ഇതിന് അവർ ഈടാക്കിയിരുന്നത് എന്താ? ഒരു ചുങ്കമുണ്ട്. ആ ചുങ്കം അല്ലെങ്കിൽ ടാക്സ് ഉണ്ടായിരുന്നു. അത് നമ്മൾ പറയുന്ന പേരാണ് കാർട്ടസ് വ്യവസ്ഥ എന്നാണ് പറയുന്നത്. എന്താണ് കാർട്ടസ് വ്യവസ്ഥ? അതായത് ഇന്ത്യൻ സമുദ്രത്തില് ആധിപത്യം കൂടുതൽ ആർക്കായിരുന്നു? പോർച്ചുഗീസുകാർക്കായിരുന്നല്ലോ. അപ്പൊ അത് മറ്റുള്ളവരുടെ കപ്പൽ
കപ്പലുകൾ ഇതുവഴി പോകണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ സമുദ്രത്തിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ ആരുടെ അനുവാദം വേണമായിരുന്നു? പോർച്ചുഗീസുകാരുടെ അനുവാദം ആവശ്യമുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവരൊരു ടാക്സ് ഏർപ്പെടുത്തി, അല്ലെങ്കിൽ ചുങ്കം ഏർപ്പെടുത്തി. അതിന് പറയുന്ന പേരാണ് എന്ത്? കാർട്ടസ് വ്യവസ്ഥ എന്നാണ് പറയുന്നത്. എന്ത് വ്യവസ്ഥ എന്ന് പറയുന്നു? കാർട്ടസ് വ്യവസ്ഥ എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനിയും പോകുന്നത് പോർച്ചുഗീസുകാരുടെ തകർച്ചയുടെ കാരണങ്ങളിലേക്കാണ് പോകുന്നത്. പോർച്ചുഗീസുകാരുടെ തകർച്ച. ഓക്കെ, മതപരമായ അസഹിഷ്ണുത, അൽ ബുക്കർക്കിന്റെ നയങ്ങള്, ഭരണരംഗത്തെ അഴിമതി, ഇന്ത്യയിലെ ചെറുകിട നാട്ടുരാജ്യങ്ങളും കോളനികളും നിലനിർത്താനുള്ള ആൾബലമോ ധനശേഷിയോ ഇല്ലാതിരുന്നത്, കപടമായ കച്ചവട രീതികളും വ്യാവസായിക സാങ്കേതിക വിദ്യയിലെ പിന്നാക്ക അവസ്ഥയും, ഇതെല്ലാം ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ അല്ലെങ്കിൽ കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ തകർച്ചയ്ക്ക് കാരണമായി എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചേ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട എന്ന് പറയുന്നത് ഏതാണ്? പള്ളിപ്പുറം കോട്ടയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? പള്ളിപ്പുറം കോട്ടയാണ്. ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന 2 പോയിന്റുകൾ വളരെയധികം പ്രാധാന്യത്തോടെ പഠിക്കേണ്ടതാണ്. ഏതാണ്? ഉദയം പേരൂർ സുന്നഹദോസ്. ഏതാണ് ഉദയം പേരൂർ സുന്നഹദോസ്? സിനഡ് ഓഫ് ഡയാംപർ എന്നറിയപ്പെടുന്ന ഉദയം പേരൂർ സുന്നഹദോസ് നടന്ന വർഷം 1599 ആണ്. 1599. അതായത് 1599 ഗോവയിലെ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സിസ് ഡി മെനസിന്റെ അധ്യക്ഷതയിൽ ഉദയംപേരൂർ മാർത്തമറിയം പള്ളിയിൽ വെച്ച് നടന്ന ചരിത്ര പ്രസിദ്ധമായ സമ്മേളനമാണ് ഉദയംപേരൂർ സുന്നഹദോസ് എന്ന് അറിയപ്പെടുന്നത്. ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? ഗോവയിലെ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സിസ് ഡി മെനസിന്റെ അധ്യക്ഷതയിൽ ഉദയംപേരൂരെ മാർത്തമറിയം പള്ളിയിൽ വെച്ച് നടന്ന ചരിത്ര പ്രസിദ്ധമായ സമ്മേളനമാണ് ഉദയംപേരൂർ സുന്നഹദോസ് എന്നറിയപ്പെടുന്നത്. നടന്ന വർഷം 1599 ആണ്. ഈ സമ്മേളനത്തിന് ശേഷം കേരളത്തിലെ ക്രൈസ്തവ സഭ അല്ലെങ്കിൽ സുറിയാനി സഭ ബാബിലോണിയൻ പാത്രിയാർക്കീസിന്റെ ആധിപത്യത്തിൽ നിന്നും റോമിലെ പോപ്പിന്റെ ആധിപത്യത്തിലായി. അതായത് ഈ സമ്മേളനത്തിന് ശേഷമാണ് സുറിയാനി സഭ, കേരളത്തിലെ ക്രൈസ്തവ സഭ എവിടുന്ന് എങ്ങോട്ട് മാറുന്നത്? ബാബിലോണിയയിലെ പാത്രിയാർക്കീസിന്റെ ആധിപത്യത്തിൽ നിന്നും എങ്ങോട്ട് മാറി? റോമിലെ പോപ്പിന്റെ ആധിപത്യത്തിലോട്ട് മാറുന്നതിന് കാരണം ഏതാണ്? ഉദയംപേരൂർ സുന്നഹദോസ് ആണ്. ഈ ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന പള്ളി ഏത് പള്ളിയാണ്? എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. ഇപ്പോഴുള്ള പള്ളിയാണ് ഉദയംപേരൂർ സുന്നഹദോസ് നടന്ന മാർത്തമറിയം പള്ളി. എറണാകുളം ജില്ലയിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ അല്ലേ? അതിനുശേഷം ഒരു 54 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് 1653 ആയപ്പോൾ നടന്ന പ്രതിജ്ഞ, ഒരു ഓത്തുണ്ട്. അത് നമ്മൾ പറയുന്ന പേര് കൂനൻ കുരിശ് പ്രതിജ്ഞ എന്ന് പറയുന്നു. ഏതാണ്? കൂനൻ കുരിശ് പ്രതിജ്ഞ. കൂനൻ ക്രോസ് ഓത്ത് 1653. 1653 എന്ത് നടക്കുന്നത്? കൂനൻ കുരിശ് പ്രതിജ്ഞ നടക്കുന്നത് 1653 കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ വ്യക്തമായ പിളർപ്പുണ്ടാക്കിയ കൂനൻ കുരിശ് പ്രതിജ്ഞ നടന്നത്. ബാബിലോണിയയിൽ നിന്ന് വന്ന സുറിയാനി ബിഷപ്പായ അഹുല്ലയെ പോർച്ചുഗീസുകാർ വധിച്ചതിൽ ക്ഷുഭിതരായ സുറിയാനി ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരി പള്ളിയിൽ ഒത്തുകൂടി അവിടുത്തെ പഴയ കുരിശിൽ അല്ലെങ്കിൽ കൂനൻ കുരിശിൽ പിടിച്ച് പോർച്ചുഗീസുകാരെയും ലത്തീൻ ബിഷപ്പുമാരെയും ഇനിമേലിൽ അനുസരിക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്തു. ഇതാണ് കൂനൻ കുരിശ് സത്യം എന്ന് അറിയപ്പെടുന്നത്. 1653 കൂനൻ കുരിശ് പ്രതിജ്ഞ നടന്ന മട്ടാഞ്ചേരിയിലെ പള്ളിയിലെ പഴയ കുരിശിന്റെ ചിത്രമാണ് ഈ നൽകിയിരിക്കുന്നത്. പഴയ കുരിശ് കൂനൻ കുരിശ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തായിരുന്നു കാരണം? ബാബിലോണിയയിൽ നിന്ന് വന്ന സുറിയാനി ബിഷപ്പായിരുന്ന അഹുല്ലയെ പോർച്ചുഗീസുകാർ വധിച്ചു. അതായത് നമ്മൾ നേരത്തെ മുൻപ് പറഞ്ഞായിരുന്നു, ബാബിലോണിയൻ പാത്രിയാർക്കീസിന്റെ ആധിപത്യത്തിൽ നിന്നും റോമിലെ പോപ്പിന്റെ ആധിപത്യത്തിലോട്ട് മാറിയായിരുന്നു പറഞ്ഞല്ലേ. അപ്പൊ ഈ ബാബിലോണിയിൽ നിന്നും വന്ന ബിഷപ്പായ അഹുല്ലയെ പോർച്ചുഗീസുകാർ വധിച്ചു. അതിൽ ക്ഷുഭിതരായ സുറിയാനി ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരി പള്ളിയിൽ ഒത്തുകൂടി അവിടുത്തെ ഒരു പഴയ ഒരു കുരിശുണ്ടായിരുന്നു. അതിന് നമ്മൾ പറയുന്ന പേര് കൂനൻ കുരിശ് എന്നാണ് പറഞ്ഞത്. ആ ഒരു കൂനൻ കുരിശിൽ പിടിച്ചിട്ട് പോർച്ചുഗീസുകാരെയും ലത്തീൻ ബിഷപ്പുമാരെയും ഇനിമേലിൽ അനുസരിക്കുകയില്ലെന്ന് പ്രതിജ്ഞ എടുത്തു. ഈ ഒരു പ്രതിജ്ഞയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കൂനൻ കുരിശ് പ്രതിജ്ഞ എന്ന് പറയുന്നു. കൂനൻ കുരിശ് പ്രതിജ്ഞ നടന്ന വർഷം 1653 കൂനൻ കുരിശ് പ്രതിജ്ഞ നടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ പോർച്ചുഗീസുകാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ആയതുകൊണ്ടാണ് ഈ കൂനൻ കുരിശ് പ്രതിജ്ഞയുടെ കാര്യവും നമ്മുടെ 1559 നടന്ന ഉദയംപേരൂർ സുന്നഹദോസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ?
അടുത്ത് പോകുന്നു പോർച്ചുഗീസ് സ്വാധീനം ഇന്ത്യയിൽ. പോർച്ചുഗീസ് സ്വാധീനം ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗക്കാരാണ് ആര്? പോർച്ചുഗീസുകാർ. അപ്പൊ കത്തോലിക്ക മതവിഭാഗക്കാരായിരുന്നു ആര്? പോർച്ചുഗീസുകാർ. ആസ്ഥാനം ഇങ്ങോട്ടാക്കി? റോമിലോട്ടാക്കിയായിരുന്നു. കോട്ടകൾ നിർമ്മിക്കുന്ന സമ്പ്രദായം ഇന്ത്യയിൽ വ്യാപകമായത് പോർച്ചുഗീസുകാരുടെ വരവോടെയാണ്. കോട്ടകൾ നിർമ്മിക്കാൻ ആരെ നമ്മൾ എന്ത് ചെയ്തു? പോർച്ചുഗീസുകാരുടെ അനുകരിച്ചു നമ്മൾ, അല്ലെ? ഗ്രഹനിർമ്മാണത്തിലും പള്ളി നിർമ്മാണത്തിലും യൂറോപ്യൻ മാതൃക അവിടെ നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാരാണ്. ഗ്രഹനിർമ്മാണം, പള്ളി നിർമ്മാണത്തിലും യൂറോപ്യൻ മാതൃക നമ്മളിവിടെ പള്ളിയൊക്കെ നിർമ്മിക്കുന്നതും അല്ലെങ്കിൽ വീട് നിർമ്മിക്കുന്നതൊക്കെ എന്താണ്? പോർച്ചുഗീസുകാരുടെ മാതൃക നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന ഒരു പോയിന്റ് ശ്രദ്ധിച്ചേ. പോർച്ചുഗീസ് രാജകുമാരി കാതറിനെ ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജകുമാരൻ വിവാഹം കഴിച്ചപ്പോൾ സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശം ഏതാണ്? മുംബൈ ആണ്. ഏതാണ്? മുംബൈ. 1662. എന്താ പറഞ്ഞത്? പോർച്ചുഗീസിലെ രാജകുമാരി കാതറിനെ ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജകുമാരൻ വിവാഹം കഴിച്ചപ്പോൾ സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ഏത്? മുംബൈ. അതായത് മുംബൈ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ ഒരു കേന്ദ്രമായിരുന്നു എന്ന് പറഞ്ഞു. അതെന്ത് ചെയ്തു? നമ്മൾ ഈ സ്ത്രീധനം കൊടുക്കുക എന്ന് പറയുന്നത് ആർക്കാണ് കൊടുക്കുന്നത്? ചെറുക്കനാണ് കൊടുക്കുന്നത്, അല്ലെ? അപ്പം ആർക്കാ? ഇംഗ്ലണ്ടിലെ ചാൾസ് രാജകുമാരന് പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം കഴിച്ചപ്പോഴത്തേന് പോർച്ചുഗീസ് അധീനതയിൽ ഉണ്ടായിരുന്ന മുംബൈ എന്ത് ചെയ്തു? അത് സ്ത്രീധനമായിട്ട് നൽകി. എന്നാണ് നൽകിയത്? 1662. ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല 1556 ഗോവയിൽ സ്ഥാപിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. 1556 ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ് സ്ഥാപിക്കുന്നത്. ഇന്ത്യയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകമാണ് സെന്റ് സേവിയറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഡോക്ട്രീന ക്രിസ്റ്റീന. ഏതാണ്? ഡോക്ട്രീന ക്രിസ്റ്റീന എന്ന് പറയുന്ന പുസ്തകമാണ് ഇന്ത്യയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം. ഡോക്ട്രീന ക്രിസ്റ്റീന. ആരാണ് നേതൃത്വം നൽകിയത്? സെന്റ് സേവിയറുടെ നേതൃത്വത്തിൽ. ഓക്കെ. ലോകത്താദ്യമായി അച്ചടി ആരംഭിച്ച രാജ്യം ഏതാ? ചൈനയാണ്. ലോകത്താദ്യമായി അച്ചടിച്ച പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ വജ്രസൂത്രം അല്ലെങ്കിൽ ഹിരാഗസൂത്രം. ലോകത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട പുസ്തകം വജ്രസൂത്രം അല്ലെങ്കിൽ ഹിരാഗസൂത്രം. AD 868 അച്ചടിക്കപ്പെട്ട ഈ ഗണിതശാസ്ത്ര ഗ്രന്ഥം ചൈനക്കാരനായ വാങ് ചീചയാണ് രചിച്ചത്. ഓക്കെ. ലോകത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ വർത്തമാന പത്രം ഏതാണെന്ന് ചോദിച്ചാൽ പീക്കിംഗ് ഗസറ്റ് ആണ്. ഏതാണ്? പീക്കിംഗ് ഗസറ്റ് ആണ് ലോകത്ത് അച്ചടിക്കപ്പെട്ട ആദ്യ വർത്തമാന പത്രം. പീക്കിംഗ് ഗസറ്റ്. അച്ചടി യന്ത്രത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം ഏതാണ്? വിശുദ്ധ ബൈബിൾ ആണ്. അച്ചടി യന്ത്രത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ ആണ്. മലയാളം ലിപി ആദ്യമായി അച്ചടിക്കപ്പെട്ട പുസ്തകം ഏതാണ്? ഡച്ചുകാരുടെ സംഭാവനയായ ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് ആണ് 1678 മലയാളം ലിപി അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം. ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ച് അഡ്മിറലായ ഹെൻറി വാൻഡ്രീഡന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ത് ചെയ്തിരിക്കുന്നത്? തയ്യാറാക്കിയിരിക്കുന്നത്. മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകമാണ് ക്ലെമന്റ് പിയാനിയൂസ് പാതിരിയുടെ സംക്ഷേപ വേദാർത്ഥം. 1772 സംക്ഷേപ വേദാർത്ഥം. ക്ലിയർ അല്ലേ? നമ്മൾ വീണ്ടും പോർച്ചുഗീസുകാരുടെ കാര്യം പറയുന്നു. സ്വാധീനത്തെ കുറിച്ച് പറയുകയാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് കൊച്ചിയിലെ ഏത് കോട്ട? മാനുവൽ കോട്ട. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട 1503. ഓക്കെ. വൈപ്പിൻ കോട്ട എന്നും ആയക്കോട്ട എന്നും ആഴിക്കോട്ട എന്നും പള്ളിപ്പുറം കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ഏത് കോട്ടയാണ്? പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയായി അറിയപ്പെടുന്ന കൊച്ചിയിലെ മാനുവൽ കോട്ട. വൈപ്പിൻ കോട്ട എന്ന് പറയുന്നതും ആയക്കോട്ട എന്ന് പറയുന്നതും ആഴിക്കോട്ട എന്ന് പറയുന്നതും പള്ളിപ്പുറം കോട്ട എന്നും പറയുന്നതും 1503 മാനുവൽ കോട്ട ആണ്. ഓക്കെ അല്ലേ? യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയും ഏത് തന്നെയാണ്? മാനുവൽ കോട്ടയാണ്. കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടുന്നതിനായി ബേപ്പൂർ പുഴയുടെ തീരത്ത് 1531 ചാലിയം കോട്ട നിർമ്മിച്ചതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. ആരാണ്? സാമൂതിരിയുടെ പടത്തലവനായിരുന്നു കുഞ്ഞാലിമരക്കാർ. ആ കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടുന്നതിന് വേണ്ടിയിട്ട് 1531 ചാലിയം കോട്ട നിർമ്മിച്ചത്, ബേപ്പൂർ പുഴയുടെ തീരത്ത് ചാലിയം കോട്ട നിർമ്മിച്ചതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഓക്കെ. സാമൂതിരിയുടെ കഴുത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. സാമൂതിരിയുടെ കഴുത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ ആരാണ്? കുൻഹയാണ്. ആരാണ്? കുൻഹയാണ് ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ. ആരാണ്? കുൻഹ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂള് കൊച്ചിയിൽ സ്ഥാപിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിക്കുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. ആരാണ് സ്ഥാപിക്കുന്നത്? പോർച്ചുഗീസുകാരാണ് സ്ഥാപിക്കുന്നത്. പോർച്ചുഗീസുകാർ സൗഹൃദം സ്ഥാപിച്ച ഇന്ത്യയിലെ രാജവംശം ഏതായിരുന്നു? വിജയനഗരമായിരുന്നു. വിജയനഗര സാമ്രാജ്യം അല്ലെ.
പോർച്ചുഗീസുകാർ സൗഹൃദം സ്ഥാപിച്ച ഇന്ത്യയിലെ രാജവംശമായിരുന്നു വിജയനഗരം. ഓക്കെ. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടു നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആരായിരുന്നു? പോർച്ചുഗീസുകാരാണ്. ചവിട്ടു നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് അല്ലെ. മേശ, കസേര, ബെഞ്ച്, വാതിൽ, വരാന്ത, കുശിനി, റാന്തൽ, വിജാഗിരി, ലേലം, കുംഭസാരം, അൾത്താര, അലമാര, സെമിത്തേരി, കപ്പിത്താൻ, പറങ്കി തുടങ്ങിയ പദങ്ങൾ മലയാള ഭാഷ സ്വീകരിച്ചത് എവിടെ നിന്നുമാണ്? പോർച്ചുഗീസുകാരിൽ നിന്നുമാണ്. ഓക്കെ. പോർച്ചുഗീസുകാർ 1555 കേരളീയ മാതൃകയിൽ കൊച്ചി രാജാവ് വീരകേരളവർമ്മയ്ക്ക് പണിതു കൊടുത്ത കൊട്ടാരമാണ് ഏത് കൊട്ടാരം? മട്ടാഞ്ചേരി കൊട്ടാരം. എന്താണ്? 1555 കേരളീയ മാതൃകയിൽ കൊച്ചി രാജാവ് വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ പണിതു കൊടുത്ത കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. ഈ കൊട്ടാരം ഡച്ചുകാർ പുതുക്കി പണിതതിനാൽ ഡച്ച് കൊട്ടാരം എന്ന് അറിയപ്പെടുന്നു. ആരാണ് സമർപ്പിച്ചത്? പോർച്ചുഗീസുകാര് വീരകേരളവർമ്മയ്ക്ക് സമർപ്പിച്ചു. അത് പുതുക്കി പണിതത് ആരായിരുന്നു? ഡച്ചുകാരായിരുന്നത് കൊണ്ട് അത് ഡച്ച് കൊട്ടാരം എന്ന് അറിയപ്പെടുന്നു. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാലകൾ ആരംഭിച്ചതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. മട്ടാഞ്ചേരിയിൽ ആദ്യ ജൂതപ്പള്ളി സ്ഥാപിച്ചതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. 1567 മട്ടാഞ്ചേരിയിൽ ആദ്യത്തെ ജൂതപ്പള്ളി സ്ഥാപിക്കുന്നത്. ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. കോമൺവെൽത്ത് രാഷ്ട്രങ്ങളിലെ ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളിയാണ് ഏത്? മട്ടാഞ്ചേരി ജൂതപ്പള്ളി. കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രിട്ടന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടമാണ് ഏതെന്നറിയപ്പെടുന്നു? കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. അതിൽ ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളിയാണ് ഏത്? മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി. ഓക്കെ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ആരാധനാലയമാണ് ഏത്? മട്ടാഞ്ചേരി ജൂതപ്പള്ളി. എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ആരാധനാലയമാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി. കാർഷികോൽപ്പന്നങ്ങളായ മുളക്, പപ്പായ, പൈനാപ്പിൾ, കശുവണ്ടി, റബ്ബർ, പേരയ്ക്ക, പുകയില, മരച്ചീനി എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഏതൊക്കെയാണ്? മുളക്, പപ്പായ, പൈനാപ്പിൾ, കശുവണ്ടി, റബ്ബർ, പേരയ്ക്ക, പുകയില, മരച്ചീനി എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും ആരാണ്? പോർച്ചുഗീസുകാരാണ് കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ? ഇന്ത്യയിൽ ശാസ്ത്രീയമായ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ശാസ്ത്രീയമായ കൃഷി രീതി ആരംഭിച്ചതും ആരാണ്? പോർച്ചുഗീസുകാരാണ് എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? പോർച്ചുഗീസുകാരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ആരെക്കുറിച്ചാണ്? കുഞ്ഞാലി മരക്കാർമാരെ കുറിച്ചാണ്. കുഞ്ഞാലി മരക്കാർമാർ ഹിന്ദു രാജാവായ കോഴിക്കോട് സാമൂതിരിയുടെ മുസ്ലിമായ നാവികസേന മേധാവിയായിരുന്നു ആര്? കുഞ്ഞാലി മരക്കാർമാർ. എന്താണ്? ഹിന്ദു രാജാവായിരുന്ന കോഴിക്കോട് സാമൂതിരിയുടെ മുസ്ലിമായ നാവികസേന മേധാവിയായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. മലബാറിലെ കോട്ടയ്ക്കലായിരുന്നു ഇവരുടെ ആസ്ഥാനം. കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു? മലബാറിലെ കോട്ടയ്ക്കലായിരുന്നു. 1520 മുതൽ 1600 വരെ പ്രധാനമായും 4 കുഞ്ഞാലി മരക്കാർമാരാണ് പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ സാമൂതിരിയുടെ ഒപ്പമുണ്ടായിരുന്നത്. കുഞ്ഞാലിക്ക് മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയതും ആരാണ്? കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയാണ്. ചരിത്രത്തിൽ 4 കുഞ്ഞാലിമാരാണ് പ്രസിദ്ധരായിട്ടുള്ളത്. ഇതിൽ കുഞ്ഞാലി 2ാമനും 4ാമനുമായിരുന്നു അതിശക്തരായിട്ട് പറയുന്നത്. പോർച്ചുഗീസുകാർക്കെതിരെ പടപൊരുതുന്നതിൽ കുഞ്ഞാലിമാർ പ്രദർശിപ്പിച്ച അസാധാരണ ധീരതയും ത്യാഗവുമാണ് അവരെ ചരിത്ര പ്രസിദ്ധരാക്കിയത്. കുഞ്ഞാലി 1ാമനെ കുറിച്ച് നോക്കാം. കുഞ്ഞാലി 1ാമന്റെ ഒളിപ്പോർ യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് കുട്ടിയലി എന്ന സമരതന്ത്രജ്ഞനായിരുന്നു. കുഞ്ഞാലി 1ാമന്റെ ഒളിപ്പോർ യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ഓക്കെ അല്ലേ? അതിനുശേഷം പോകുന്നത് കുഞ്ഞാലി 2ാമന്റെ കാര്യം പറയുന്നു. 1531 കുട്ടിയലി വധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മകനായ കുഞ്ഞാലി 2ാമൻ സാമൂതിരിയുടെ നാവികസേനയുടെ നേതൃത്വം ഏറ്റെടുത്തു. ഇന്ത്യൻ തീരത്ത് ആദ്യ നാവികസേന രൂപീകരിച്ചത് കുഞ്ഞാലി 2ാമനാണ്. ഇന്ത്യൻ തീരത്ത് ആദ്യത്തെ നാവികസേന രൂപീകരിച്ചത് ആരാണ്? കുഞ്ഞാലി 2ാമനാണ്. 1569 കുഞ്ഞാലി 2ാമനെ പോർച്ചുഗീസുകാർ തടവിലാക്കി. കുഞ്ഞാലി 3ാമന്റെ കാര്യം പറയുമ്പോൾ കുഞ്ഞാലി 2ാമനെ തുടർന്ന് പട്ടുമരയ്ക്കാർ,
കുഞ്ഞാലി മൂന്നാമൻ എന്ന പേരിൽ സാമൂതിരിയുടെ നാവികസേനാ മേധാവിത്വം ഏറ്റെടുത്തു. ആരാണ്? പട്ടുമരയ്ക്കാർ. കുഞ്ഞാലി മൂന്നാമൻ എന്ന പേരിൽ സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിയായി തീരുകയാണ് ചെയ്തത്. 1571 പോർച്ചുഗീസുകാരുടെ ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. പോർച്ചുഗീസുകാരുടെ ചാലിയം കോട്ട പിടിച്ചെടുത്തത് ആരാണ്? കുഞ്ഞാലി മൂന്നാമനാണ്. എന്നാൽ നാവികസേന ഉണ്ടാക്കിയത് ആരാണ്? കുഞ്ഞാലി രണ്ടാമനാണ്. ഓക്കെ അല്ലേ? കുഞ്ഞാലി മൂന്നാമന്റെ സേവനത്തെ മാനിച്ച് പുതുപ്പണത്ത് അല്ലെങ്കിൽ കോട്ടയ്ക്കലില് ഒരു കോട്ട കെട്ടാനുള്ള അവകാശം സാമൂതിരി കുഞ്ഞാലിക്ക് നൽകി. വടകരയ്ക്കടുത്ത് കോട്ടയ്ക്കലിൽ നിർമ്മിച്ച പുതുപ്പണം കോട്ട മരയ്ക്കാർ കുടുംബത്തിന്റെ ആസ്ഥാനമായി തീർന്നു. അപ്പോൾ മരയ്ക്കാർ കുടുംബത്തിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് പറഞ്ഞായിരുന്നു? കോട്ടയ്ക്കലിലാണെന്ന് പറഞ്ഞായിരുന്നു അല്ലെ? അപ്പം അവിടെ ഒരു കോട്ട നിർമ്മിക്കാനുള്ള അവകാശം സാമൂതിരി കുഞ്ഞാലിക്ക് നൽകി. വടകരയ്ക്കടുത്ത് കോട്ടയ്ക്കലിൽ നിർമ്മിച്ച പുതുപ്പണം കോട്ടയാണ് മരയ്ക്കാർ കുടുംബത്തിന്റെ ആസ്ഥാനമായി തീർന്ന കോട്ട. ഓക്കെ അല്ലേ? കുഞ്ഞാലി നാലാമന്റെ കാര്യത്തിലോട്ട് കടക്കുമ്പോൾ ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുഞ്ഞാലി മരയ്ക്കാർ നാലാമനാണ്. അപ്പം കുഞ്ഞാലി മരയ്ക്കാർ നാലാമനെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതായതുകൊണ്ടാണ് പറയുന്നത്. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുഞ്ഞാലി മരയ്ക്കാർ നാലാമനാണ്. 1595 കുഞ്ഞാലി മൂന്നാമന്റെ മരണത്തിന് ശേഷം അനന്തിരവനായ അഹമ്മദ് കുഞ്ഞാലി നാലാമനായി സ്ഥാനമേറ്റു. 1595 കുഞ്ഞാലി മൂന്നാമന്റെ മരണത്തിന് ശേഷം അനന്തിരവനായ അഹമ്മദാണ് കുഞ്ഞാലി നാലാമനായിട്ട് സ്ഥാനമേറ്റത്. പോർച്ചുഗീസുകാർക്ക് സാമൂതിരി കണക്കറ്റ ആനുകൂല്യങ്ങൾ നൽകിയപ്പോൾ കുഞ്ഞാലി അതിനെ എതിർത്തു. 1600 പോർച്ചുഗീസുകാർ കുഞ്ഞാലി മരയ്ക്കാർ നാലാമനെ ഗോവയിൽ വെച്ച് വധിക്കുകയും അദ്ദേഹത്തിന്റെ തല കൊണ്ടുവന്ന് കണ്ണൂരിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഏത് കുഞ്ഞാലിയുടെയാണ്? കുഞ്ഞാലി മരയ്ക്കാർ നാലാമനെ ഗോവയിൽ വെച്ച് 1600 പോർച്ചുഗീസുകാർ വധിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ തല കൊണ്ടുവന്നിട്ട് കണ്ണൂരിൽ എന്ത് ചെയ്തു? പ്രദർശിപ്പിച്ചു. പിന്നെ പറയുന്ന കാര്യം, ഗോവ, ദാമൻ, ദിയു എന്നിവ പ്രധാന പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളായിരുന്നു. 1961 ഗോവയിൽ നിന്നും പോർച്ചുഗീസുകാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയാണ് ഏത്? ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നു. ഓപ്പറേഷൻ വിജയ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വിദേശ ആധിപത്യത്തിൽ കീഴിലായിരുന്ന പ്രദേശമാണ് ഏത്? ഗോവ. ഏതാണ്? ഗോവ. 1510 മുതൽ 1961 വരെയുള്ള 451 വർഷക്കാലം ഗോവ പോർച്ചുഗീസ് അധീനത്തിന്റെ കീഴിലായിരുന്നു എന്ന് പറയുന്നു. പിന്നെ കോളനി വാഴ്ചകൾക്ക് ശേഷം ഇന്ത്യ വിട്ടുപോയ അവസാന വിദേശികളും ആരാണ്? പോർച്ചുഗീസുകാരായിരുന്നു. 1962 12ാം ഭേദഗതിയിലൂടെ ഗോവ, ദാമൻ, ദിയു എന്നിവ കേന്ദ്രഭരണ പ്രദേശങ്ങളായി ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. ഓക്കെ. പിന്നെ പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചേ, ഗോവ വിമോചനത്തിന് ശ്രമിക്കുന്ന 7 ഇന്ത്യക്കാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ഏത്? സാത്ത് ഹിന്ദുസ്ഥാനി. 1969 സാത്ത് ഹിന്ദുസ്ഥാനി. അതിനൊരു പ്രത്യേകതയുണ്ട്, അമിതാഭ് ബച്ചന്റെ ആദ്യത്തെ ചലച്ചിത്രമാണ് സാത്ത് ഹിന്ദുസ്ഥാനി. പ്രമേയം എന്ന് പറയുന്നത് ഗോവ വിമോചനത്തിന് ശ്രമിക്കുന്ന 7 ഇന്ത്യക്കാരുടെ കഥയാണ് സാത്ത് ഹിന്ദുസ്ഥാനിയിൽ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചേ, കേരളത്തിലെത്തിയ സഞ്ചാരികൾ ഏതാണ്? കേരളത്തിലെത്തിയ ആദ്യ വിദേശികൾ ആരാണെന്നും നമ്മൾ പറഞ്ഞായിരുന്നു, അറബികളാണെന്ന് പറഞ്ഞായിരുന്നു. കേരളത്തിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ ആരാണെന്ന് പറഞ്ഞായിരുന്നു, പോർച്ചുഗീസുകാരാണെന്ന് പറഞ്ഞായിരുന്നു. മെഗസ്തനീസ് ആയിരുന്നു കേരളത്തെ സംബന്ധിച്ച വിവരം നൽകിയ ആദ്യത്തെ സഞ്ചാരി. ആരാണ്? മെഗസ്തനീസ്. അദ്ദേഹത്തിന്റെ ഇൻഡിക്ക, അപ്പൊ മെഗസ്തനീസ് ആണ് ഇൻഡിക്ക എന്ന് പറയുന്ന കൃതി എഴുതിയത്. അദ്ദേഹത്തിന്റെ ഇൻഡിക്ക എന്ന കൃതിയിലാണ് കേരളത്തെ ചേർമേ എന്ന് പരാമർശിച്ചിരിക്കുന്നത്. കേരളത്തെ എങ്ങനെയാണ് പരാമർശിച്ചിരിക്കുന്നത്? ചേർമേ എന്ന് പരാമർശിച്ചിരിക്കുന്ന പുസ്തകം ഏതാണ്? ഇൻഡിക്കയാണ്. അത് രചിച്ചത് ആരാണ്? മെഗസ്തനീസ് ആയിരുന്നു. കേരളം സന്ദർശിച്ച ആദ്യ അറബി സഞ്ചാരി ആരാണ് എന്ന് ചോദിച്ചാൽ മാലിക് ബിൻ ദിനാർ ആണ് കേരളം സന്ദർശിച്ച ആദ്യ അറബി സഞ്ചാരി. മാലിക് ബിൻ ദിനാർ 624 AD മാലിക് ബിൻ ദിനാർ കേരളം സന്ദർശിച്ചത്. കേരളം സന്ദർശിച്ച ആദ്യ റഷ്യൻ സഞ്ചാരി ആരാണെന്ന് ചോദിച്ചാൽ അത്തനേഷ്യസ് നികിതിനാണ് കേരളം സന്ദർശിച്ച ആദ്യ റഷ്യൻ സഞ്ചാരി 1460. പിന്നെ പറയുന്ന പോയിന്റ് എന്താ? കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനാണ് ആര്? മാസ്റ്റർ റാൽഫ് ഫിച്ച്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ് കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ. എന്നാണ് വന്നത്? 1583 1583 AD കേരളത്തിലെ ആദ്യ ഇംഗ്ലീഷുകാരനായ മാസ്റ്റർ റാൽഫ് ഫിച്ച് ഇന്ത്യയിൽ എത്തിയത്. ഓക്കെ അല്ലേ? ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരി ആരാണെന്ന് ചോദിച്ചാൽ മൊറോക്കൻ സഞ്ചാരിയായ
ഇബ്നു ബത്തൂത്തയാണ്. ആരാണ്? മൊറോക്കൻ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരി. മൊറോക്കൻ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത 1342നും 1347നും ഇടയിൽ 6 തവണ അദ്ദേഹം കേരളം സന്ദർശിച്ചു. കൊല്ലത്തെ കേരളത്തിലെ ഏറ്റവും നല്ല പട്ടണമെന്ന് വിശേഷിപ്പിച്ചതും ആരാണ്? മൊറോക്കൻ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയാണ്. പിന്നെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചേ, വ്യാപാരത്തിനായി കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനാണ് ആര്? ക്യാപ്റ്റൻ കീലിംഗ്. ക്യാപ്റ്റൻ കീലിംഗ് 1615 AD ക്യാപ്റ്റൻ കീലിംഗ് ഇന്ത്യയിൽ എത്തുന്നത്. എന്തിനാണ്? വ്യാപാരത്തിന് വേണ്ടി. എന്തിനു വേണ്ടി? വ്യാപാരത്തിന് വേണ്ടി. സ്ഥാണു രവിവർമ്മയുടെ കാലത്ത് കേരളം സന്ദർശിച്ച അറബി സഞ്ചാരിയായ സുലൈമാനാണ് കേരളത്തെക്കുറിച്ച് വിവരണം നൽകിയ അറബികളിൽ പ്രമുഖൻ. എന്താണ്? സ്ഥാണു രവിവർമ്മയുടെ കാലത്ത് കേരളം സന്ദർശിച്ച അറബി സഞ്ചാരിയായ സുലൈമാനാണ് കേരളത്തെക്കുറിച്ച് വിവരണം നൽകിയ അറബികളിൽ പ്രമുഖൻ. 851 AD. AD 1443 കേരളം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരി ആരാണെന്ന് ചോദിച്ചാൽ അബ്ദുൾ റസാഖാണ്. ആരാണ്? അബ്ദുൾ റസാഖാണ്. ഓക്കെ. കേരളത്തെ മലബാർ എന്ന് വിളിച്ച ആദ്യത്തെ സഞ്ചാരിയാണ് ആര്? അൽ ബറൂണി. ആരാണ്? അൽ ബറൂണിയാണ് മലബാർ എന്ന് കേരളത്തെ ആദ്യമായിട്ട് വിളിച്ചത്. കേരളത്തിലെ മരുമക്കത്തായ സമ്പ്രദായത്തെക്കുറിച്ച് ആദ്യമായി സൂചന നൽകിയ വിദേശിയാണ് ആര്? ഫ്രയർ ജോർദാനസ്. ആരാണ്? ഫ്രയർ ജോർദാനസ് എന്നാണ് 1323 AD ഫ്രയർ ജോർദാനസ് കേരളത്തിലെ മരുമക്കത്തായ സമ്പ്രദായത്തെക്കുറിച്ച് ആദ്യമായിട്ട് സൂചന നൽകിയത്. ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന പോയിന്റ് എന്താ? മിറാബിലിയ ഡിസ്ക്രിപ്ഷ്യ എന്നത് ഫ്രയർ ജോർദാനസിന്റെ കൃതിയാണ്. മിറാബിലിയ ഡിസ്ക്രിപ്ഷ്യ ഫ്രയർ ജോർദാനസിന്റെ കൃതിയാണ്. സ്പെയിനിൽ നിന്ന് വന്ന യഹൂദ സഞ്ചാരിയായ റബ്ബി ബെഞ്ചമിൻ കൊല്ലം നഗരത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് 1159 മുതൽ 1173 വരെയുള്ള കാലഘട്ടത്തിൽ. കൊച്ചിയെക്കുറിച്ച് പരാമർശിച്ച ആദ്യ യൂറോപ്യൻ സഞ്ചാരിയാണ് ആര്? നിക്കോളോ കോണ്ടി. ഇറ്റലിക്കാരനായ നിക്കോളോ കോണ്ടിയാണ് കൊച്ചിയെക്കുറിച്ച് പരാമർശിച്ച ആദ്യത്തെ യൂറോപ്യൻ സഞ്ചാരി. 1420 1421 കാലഘട്ടത്തിലായിരുന്നു സഞ്ചരിച്ചത്. കേരളത്തിലെ സമുദ്രതീര നഗരങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത സമ്പ്രദായത്തെക്കുറിച്ചും പരാമർശിച്ച വിദേശികളാണ് ഇദ്രിസി, യാഖൂബ് എന്നിവർ. ആരാണ്? കേരളത്തിലെ സമുദ്രതീര നഗരങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത സമ്പ്രദായത്തെക്കുറിച്ചും പരാമർശിച്ച വിദേശികളാണ് ഇദ്രിസി, യാഖൂബ് എന്നിവർ. ബാർബോസ എന്ന വിദേശ സഞ്ചാരിയാണ് മണ്ണാപ്പേടി, പുലപ്പേടി എന്നിവയെക്കുറിച്ച് ആദ്യമായിട്ട് പരാമർശിച്ചത് 1500 1516. 15ാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരിയായ മാഹ്വാൻ. ആരാണ്? മാഹ്വാനാണ് കേരളത്തിലെ തുറമുഖങ്ങളായ കൊച്ചി, കോഴിക്കോട് എന്നിവയെപ്പറ്റി വിവരം നൽകിയത്. കേരളത്തിലെ ചാവേറുകളെ പറ്റി പരാമർശിച്ച ആദ്യ വിദേശി ആരാണ്? അബു സെയ്ദ് ആണ്. 915 AD അബു സെയ്ദ്. AD 45 കൊടുങ്ങല്ലൂരിലെത്തിയ ഗ്രീക്ക് നാവികനാണ് ആര്? ഹിപ്പാലസ്. ആരാണ്? ഹിപ്പാലസ് ആണ്. AD 45 കൊടുങ്ങല്ലൂരിലെത്തിയ ഗ്രീക്ക് നാവികൻ. ആരാണ്? ഹിപ്പാലസ്. കേരളത്തിലേക്ക് ചെങ്കടലിൽ കൂടിയുള്ള എളുപ്പവഴി കണ്ടെത്തിയതും ആരാണ്? ഹിപ്പാലസ് ആണ്. ആരാണ്? ഹിപ്പാലസ്. കാലവർഷത്തിന്റെ സഹായത്തോടെ പായ്ക്കപ്പലിൽ ഇന്ത്യയിൽ എത്തിച്ചേരാമെന്ന് തെളിയിച്ച ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റിന്റെ ദിശ കണ്ടുപിടിച്ചത്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. മൺസൂൺ കാറ്റിന്റെ ദിശ കണ്ടുപിടിച്ച സഞ്ചാരി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഹിപ്പാലസ് ആണ്. ആരാണ്? ഹിപ്പാലസ്. എന്താണ് പ്രത്യേകത? കാലവർഷത്തിന്റെ സഹായത്തോടെ പായ്ക്കപ്പലിൽ ഇന്ത്യയിൽ എത്തിച്ചേരാമെന്ന് തെളിയിച്ചത് ആരാണ്? ഹിപ്പാലസ് ആണ്. അദ്ദേഹമാണ് മൺസൂണിന്റെ കാറ്റിന്റെ ദിശ കണ്ടുപിടിച്ചത്. പിന്നെ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. ചൈനീസ് സഞ്ചാരിയായ വാങ്തായിനാണ് താവോ ഇ ചിലി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ഷെയ്ഖ് സൈനുദ്ദീന്റെ തുഫത്തുൽ മുജാഹിദീൻ എന്ന കൃതിയിൽ കേരള തീരത്തെ പോർച്ചുഗീസുകാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യുവാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതിയാണ് ഏത്? തുഫത്തുൽ മുജാഹിദീൻ. എന്താണ്? പോർച്ചുഗീസുകാർക്ക് എതിരെ യുദ്ധം ചെയ്യുവാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് തുഫത്തുൽ മുജാഹിദീൻ ആണ്. ആരാണ് രചിച്ചത്? ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് തുഫത്തുൽ മുജാഹിദീൻ രചിച്ചത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തെക്കുറിച്ചും കുഞ്ഞാലി മരക്കാരന്മാരുടെ കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ടോപ്പിക്കുമായിട്ട് കാണാം. എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലോട്ട് എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.